രുചികരമായ ബീഫ് പെപ്പർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു 600 ഗ്രാം ബീഫ് ഞാൻ ബോൺലെസ് ആണ്, കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ പെപ്പറും 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം പെരിഞ്ജീരകവും ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. പെരിഞ്ജീരകവും പെപ്പറും ഇവിടെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് ബീഫിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 10-12 ചെറിയ വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർക്കാം. അതോടൊപ്പം ചെറിയൊരു സവാളയാണ്, ഇത് കട്ട് ചെയ്തിട്ടിടാം. അതോടൊപ്പം 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് കൈവച്ച് നന്നായിട്ട് മസാല ഇതിലേക്ക് തിരുമ്മി യോജിപ്പിക്കണം. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് കുക്കർ അടുപ്പത്ത് വെക്കാം. അധികം വെള്ളം ചേർക്കണ്ട. കുക്കർ അടച്ചു വെച്ചിട്ട് ആദ്യം ഒരു 4 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലും വെച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, അത് സാരമില്ല. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർക്കാം. വെള്ളത്തോട് കൂടി തന്നെ ചേർക്കാം. എന്നിട്ട് വെള്ളം വറ്റി വരണം. ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഞാൻ ആദ്യം പച്ചമുളക് ചേർത്തിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ചേർക്കുന്നത്. അതോടൊപ്പം കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തതും ഒരു 5-8 വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തതും ചേർക്കുന്നുണ്ട്. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇടുന്നത് ബീഫിലെ വെള്ളം ഏതാണ്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഡ്രൈ ആക്കി എടുക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിൽ എടുക്കുക.
കുറച്ചുകൂടി ഡ്രൈ ആക്കിയിട്ടും എടുക്കാം. അത് അവരവരെ ഇഷ്ടം പോലെ എടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. ഉപ്പും എരിവ് വേണമെങ്കിൽ ഈ കുറച്ചുകൂടി പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട്. ഇത് ബീഫ് ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.